بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين. أما بعد. പേജ് നമ്പർ 526 18 ആയത്തുകൾ വരെ എടുത്തു. സൂറത്ത് നജ്ം, സൂറത്തു നജ്ം പേജ് 526. ആ പേജാണ്ട് ഓതാം അല്ലേ? ഓ, കിട്ടിയല്ലോ. തുടങ്ങട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى الشجرة ما يغشى إذ يغشى سدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الأولى ولقد جاءهم من ربهم الهدى أم للإنسان ما تمنى فلله الآخرة والأولى وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى. ഖുർആന്റെ ഒരു സൗന്ദര്യ കാഴ്ചയും കൂടി. തൊട്ട് മുമ്പിലെ പേജിൽ 525-ാമത്തെ പേജില് അവസാനത്തെ പദം എന്താ നോക്കാൻ അല്ലേ? വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഇദ്ബാറൻ നുജൂം. ഈ സൂറത്തിന്റെ ആദ്യത്തെ പദവും അല്ലേ? വന്നജും. അങ്ങനെ പലയിടങ്ങളിൽ കാണാം. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ എന്ന് സൂറത്ത് ഇസ്രാഇന്റെ അവസാനത്തെ ആയത്ത് അവസാനിപ്പിച്ച് സൂറത്ത് അൽ കഹ്ഫ് തുടങ്ങുക അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇഅ്വജാ എന്നാണ്.
അങ്ങനെ ഒരു സൗന്ദര്യ കാഴ്ച കൂടെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഒരു ആസ്വാദനം എന്ന രൂപത്തിൽ പറഞ്ഞതാണ്. അതല്ലാതെ അതിൽ ആത്മീയ താല്പര്യങ്ങൾ യാതൊന്നും ഇല്ല. ശരി, നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. മിഅ്റാജ് യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള പലതരത്തിലുള്ള വമ്പിച്ച മഹത്തായ അത്യത്ഭുതങ്ങൾ കാണുകയുണ്ടായി എന്ന്. മിഅ്റാജ് യാത്രയിൽ മാത്രമല്ല, ഇസ്രായിലും അങ്ങനെ പലതരം കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ നമുക്കത് ഒന്നുകൂടി പറയാം എന്ന് തോന്നുന്നു. ഉമ്മുഹാനി, അബൂതാലിബിന്റെ മകൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. അവിടെ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുണർത്തി കൊണ്ടുപോകുന്നത്. മസ്ജിദുൽ ഹറാമിൽ പോയി അവിടെ നിന്ന് യാത്ര തുടങ്ങാനുള്ള സമയത്ത് അവിടെ ഒരു വാഹനം പ്രത്യക്ഷപ്പെടുന്നു. ആ വാഹനത്തിനാണ് ബുഖാരി ഇമാം ഉൾപ്പെടെയുള്ളവർ ബുറാഖ് എന്ന പേരിലാണ് ഉതീതു ബിൽ ബുറാഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കുതിരയുടെ രൂപമായിരുന്നു, പക്ഷേ അതിന് ചിറകുകളുണ്ടായിരുന്നു എന്നാണ്. അതിവേഗതയിൽ ഓടുന്ന പന്തയ കുതിരകളുടെ സ്വഭാവം അനുസരിച്ച് കുതിര കുളമ്പിന്റെ അറ്റം കുത്തിയായിരുന്നു നിന്നിരുന്നത്. കൽപ്പന കിട്ടിയാൽ ഉടനടി പ്രാവർത്തികമാക്കാൻ പാകത്തിന് എന്നാണ്. പിന്നീട് അത് ഓടുകയായിരുന്നില്ല, അത് വായുവിലൂടെ പറക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുകളിൽ കയറാൻ ഉദ്ദേശിച്ചപ്പോൾ അത് ആദ്യം സമ്മതിച്ചില്ല എന്നും, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇത് മുഹമ്മദാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയാണ് നീ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അത് വളരെ ശാന്ത സ്വഭാവിയായി കാണപ്പെട്ടു എന്നും ഹദീസുകളിൽ കാണാം. ആ യാത്രയിൽ മലകൾക്ക് മുകളിലൂടെ ആ കണ്ണിമ ചെമ്മി തുറക്കുന്ന വേഗത്തിൽ മസ്ജിദുൽ അഖ്സയിലെത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച് അവിടെ നിന്ന് ആകാശത്തേക്കുള്ള യാത്രയിൽ ഓരോ ആകാശ കവാടങ്ങൾക്കും ആകാശങ്ങൾക്ക് കവാടങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഹദീസുകളിൽ നിന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനിൽ ഫതഹ്ന അബ്വാബ സമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് അവിടെ പറയുന്നിടത്ത് അത് മഴ കോരിച്ചൊരിഞ്ഞു എന്ന അർത്ഥത്തിലാണ് എന്നൊക്കെ വ്യാഖ്യാതാക്കൾക്ക് നിലപാടുണ്ട്. പക്ഷെ ഇവിടെ ഓരോ ആകാശത്ത് കയറി ചെല്ലുമ്പോഴും ആകാശത്തിന് ചുവട്ടിൽ ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആ വാതിലിൽ മുട്ടും. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ വാതിലിൽ മുട്ടുന്നത് പോലെ. അങ്ങനെ മുട്ടുമ്പോൾ മുകളിൽ നിന്ന് ചോദ്യം വരും, ആരാണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഞാനാണ്. അപ്പോൾ അവിടെ നിന്ന് ചോദ്യം വരും, വേറെ ആരോ ഒരാൾ കൂടി ഉണ്ടല്ലോ, മഴ, അതാരാണ്? അത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുകളിൽ നിന്ന് വീണ്ടും ചോദ്യം, അദ്ദേഹമാണോ അവസാനമായി നിയോഗിക്കപ്പെട്ടവൻ? അതെ. അപ്പോൾ ആ കവാടം തുറക്കപ്പെടും എന്നാണ്. ഇതൊക്കെയും നമ്മുടെ ഭാവനയിലോ ചിന്തയിലോ കാഴ്ചയിലോ ഒതുങ്ങുന്നതല്ല എന്നത് ഇടയ്ക്കിടെ നമ്മൾ ഓർമ്മിച്ചു കൊണ്ടേ ഇരുന്നിട്ടില്ലെങ്കിൽ സംഗതി അബദ്ധങ്ങളുടെ ഒരു പഞ്ചാംഗമായി മാറുകയും നമ്മൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്യും. അവിടെ പ്രവാചകന്മാരിൽ ഓരോരുത്തരെയായി ഓരോ ആകാശത്തും കാണുന്നു. ഈസ, യഹ്യ, ഇദ്രീസ്, മൂസ, ഹാറൂൻ, ഇബ്രാഹിം, ആദം മുതലായ അലൈഹിമുസ്സലാം അജ്മഈൻ എല്ലാവരെയും പ്രവാചകന്മാരെ അവിടെ കാണുന്നു. ഓരോ കവാടങ്ങളിലും ഇങ്ങനെ മുട്ടപ്പെടുന്നു. അവിടങ്ങളിലൊക്കെയും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഈ ഹദീസിന്റെ എല്ലാ പരമ്പരയിലും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഏഴാകാശങ്ങൾക്ക് മുകളിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജിബ്രീൽ മുന്നോട്ട് നടക്കുന്നു. അവിടെയാണ് ആ സ്വർഗത്തിന്റെ ആ അതിർത്തി നിൽക്കുന്ന സിദ്റത്തുൽ മുൻതഹയുള്ളത്. ആ സിദ്റത്തുൽ മുൻതഹ അള്ളാഹുവിന്റെ ശ്രേഷ്ഠ സൃഷ്ടിയുടെ വരവ് പ്രമാണിച്ച് അലങ്കൃതമാക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ എന്ന ആയത്തതാണ്. നമ്മുടെ വീട്ടിലൊരാള് മരുവൻ വരുമ്പോ എന്തെല്ലാം ഉണ്ടാക്കുന്നോ കാണി, മോളെ കെട്ടിക്കുമ്പോ എന്തെല്ലാം ഉണ്ടാക്കുന്നോ കാണി, പിടുത്തം വിട്ട് എന്തൊക്കെ ഇപ്പൊ ഉണ്ടാക്കണം നോക്കാണി അല്ലേ. ഇപ്പൊ മോളെ കെട്ടിക്കുകയാണോ അത് അവിടെ വല്ല പൂരാണോ എന്നുള്ളിടത്താണ് ഇപ്പത്തെ സംഗതി. കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ നിങ്ങള്? പൂരപ്പറമ്പിൽ നിന്നും കതിന പൊട്ടുന്നത് പോലെ പടക്കം പൊട്ടിയിട്ട് തൊട്ടപ്പുറത്ത് പ്രസവിച്ച് വീണ ഒരു 1-1.5 മാസം പോരാ കുഞ്ഞിന്
എന്തൊക്കെയോ ആയിത്തീർന്ന അവസാനം അത് ICUലാക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. മുസ്ലിം സമുദായം ഖുർആൻ പറഞ്ഞ എന്തറിയോ? ഞാൻ വഴിവിടല്ല, ഒന്നാണ് പറയാണ്. ഹുനഫാഅലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി. മുസ്ലിം സമുദായത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഹുനഫാഅലില്ല, നേർക്ക് നേരെ അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ജീവിക്കണം എന്നാണ്. ഗൈറ മുശ്രിക്കീന ബിഹി, യാതൊരു നയങ്ങളും നിലപാടുകളും അള്ളാഹു വല്ലാതെ ഉണ്ടാക്കി വെച്ചത് അവൻ അള്ളാഹുവിനെതിരാകുന്ന കാലത്തോളം യാതൊന്നും അനുസരിച്ചുകൂടാ, അങ്ങനെ ശിർക്ക് പാടില്ല. വമൻ യുശ്രിക് ബില്ലാഹി, അള്ളാഹുവിൽ നിന്ന് പിടിവിട്ട് ഒരാൾ ശിർക്കിലേക്ക് പോയാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, കയറു പൊട്ടിയ പട്ടം ആകാശത്ത് എന്തായിരിക്കുമോ അതിൻ്റെ സ്ഥിതി അതേ അവസ്ഥയിലായിരിക്കും അവനുണ്ടാവുക. ഫകഅന്നമാ ഖറ മിനസ് സമായി ഫതഖ്തഫുഹു ത്വയ്ർ, അതിനെ വല്ല പക്ഷികളും റാഞ്ചിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഔ തഹ്ബീ ബിഹി ഫീ മക്കാനിൻ സഹീഖ്, അല്ലെങ്കിൽ ഏതെങ്കിലും പടുകുഴിയിൽ പോയി ചാടാനുള്ള സാധ്യതയുമുണ്ട്. സമുദായത്തിൻ്റെ നേതൃത്വം, മഹല്ല് നേതാക്കന്മാർ, പണ്ഡിതന്മാർ അതാത് സമയങ്ങളിൽ ഗൗരവത്തോടുകൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താതിരിക്കുകയും ഇത്തരം ആഭാസങ്ങളും തെമ്മാടിത്തരങ്ങളും നടക്കുന്നത് കണ്ട് ആസ്വദിക്കുകയും അതേ സമയത്ത് അതേ വീട്ടിൽ ഈ പടക്കം പൊട്ടുന്നത് പോലുള്ള ആഭാസങ്ങൾക്കിടയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത് സന്തോഷത്തോടെ പിരിഞ്ഞു പോരുന്ന സമുദായ നേതൃത്വം, മഹല്ല് നേതൃത്വം ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. പണ്ഡിത നേതൃത്വം ഇത് ഉണർത്താതെ പോയാൽ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ കതമ ഇൽമൻ യുൽജിബുഹു യൗമൽ ഖിയാമത്തി ബിലിജാമിൻ നാർ എന്നാണ്. തനിക്കറിയാവുന്ന ഒരു കാര്യം പറയേണ്ടിടത്ത് പറയാതെ മറച്ചു വെച്ചാൽ, പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിട്ട് പോലും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. മൻ കതമ ഇൽമൻ, ഒരറിവ് പറയേണ്ടിടത്ത് പറയാതെ മൂടി വെച്ചാൽ, യുൽജിമുഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അയാൾക്കൊരു മൂക്കുകയർ വിടപ്പെടും. ബിലിജാമിൻ നാർ, നരകം കൊണ്ടുള്ള, തീ കൊണ്ടുള്ള ഒരു മൂക്കുകയർ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് സംഭവങ്ങളുണ്ടായത്. പറയേണ്ടത് പറയണം. അപ്പൊ ഇത് യഗ്സ സിദറത്തമായ യഗ്സ, ആ സിദറത്തുൽ മുൻതഹ അങ്ങേയറ്റം മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും കടന്നു പോകുന്നു. ലമ്മ ഉരിജ ബി മറർതു അലാ ഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസിൻ യഖ്മിസൂന വുജൂഹഹും വസുദൂറഹും വയഅകുലൂൻ. ഖുൽതു ലിജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ ഖാല ഹൗലാഇ യഅകുലൂന ലുഹൂമൻ നാസി വഅറാലിഹിം. ലമ്മ ഉരിജ ബി, എനിക്ക് മിഅ്റാജ് ഉണ്ടായ സമയത്ത് ഞാൻ ഒരു വിഭാഗം ആളുകളെ കണ്ടു. ലഹും അൽഫാറും മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ടായിരുന്നു. ആ നഖങ്ങൾ കൊണ്ട് യഹ്മിസൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ കവിൾ തടങ്ങളും നെഞ്ചുവും മാന്തിപ്പൊളിച്ച് മാംസമെടുക്കുന്നു. വയകുലൂൻ, എന്നിട്ടത് തിന്നുന്നു. ഇവിടെ കേൾക്കണ്ടല്ലോ അല്ലേ? സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാ, സഹീഹ് മുസ്ലിമുള്ള ഹദീസാ. ഞാൻ ചോദിച്ചു, കുല്ലി ജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണിവർ? ഇത്രമാത്രം അധപ്പതിപ്പിക്കപ്പെട്ട, ഇത്രമാത്രം ക്രൂരമായ മൃഗീയമായ ശിക്ഷ അനുഭവിക്കാൻ തക്കവണ്ണം ഇവരെന്ത് കുറ്റം ചെയ്തവരാണ്? ഖാല, ജിബ്രീൽ പറഞ്ഞു അലൈഹിസ്സലാം, ഹൗലാഇ യഅകുലൂന ലുഹൂമൻ നാസി വഅറാലിഹിം, ഇവർ നാട്ടിൽ ജനങ്ങളുടെ പച്ചമാംസം തിന്നിരുന്ന ആളാണ്. എന്തിനാ മറ്റവന്റെ പച്ചിറച്ചി തിന്നണമെന്ന് ചോദിക്കല്ലേ? അത് എന്തിനാ? അത് എപ്പോഴാ? നിങ്ങൾ പറയും.
വെറുതെ മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നണോടോ എന്ന് ചോദിക്കണത് എപ്പോഴാണ്? ആളുകളെ കുറിച്ച് അപവാദം പറയുക, പരദൂഷണം പറയുക, ഏഷണി പറയുക, അപ്പോഴല്ലേ നമ്മളത് പറയാ. വഅറാലിഹിം, ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിരുന്നവരാണിവർ, അതിന്റെ ഫലമാണ് അനുഭവിക്കട്ടെ എന്ന്. ഇപ്പോ സത്യത്തിൽ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ടത് സീരീസ് ഖുതുബയായി നടത്തണം, അല്ലെങ്കിൽ സീരീസ് ക്ലാസ്സായി ഡെയിലി നടക്കണം, മുസ്ലിം മഹല്ലുകളിൽ മുഴുവൻ നടക്കണം. അല്പമെങ്കിലും ഈമാനുള്ളവർക്ക് അതിൽ പിടിച്ച് തഖ്വയിലേക്ക് തിരിച്ചു കയറാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദർഭങ്ങളെല്ലാം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു അല്ലേ? ആ പോക്കിൽ മറ്റൊന്ന് കണ്ടത്, ഒരു സ്ത്രീ തൻ്റെ മാറിടത്തിൽ ഒരു കയറ് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്, അതിൽ കിടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. അപ്പൊ ഇവൾ ആരാണെന്ന് ചോദ്യത്തിന് കിട്ടിയത് ഇവൾ വേശ്യയായിരുന്നു എന്നാണ്. തൊട്ടപ്പുറത്ത് അടുപ്പ് പോലെ, പണ്ടത്തെ സമാവറിന് വെച്ചിരുന്ന അടുപ്പില്ലാവട്ടിയാക്ക, അറക്കപ്പൊടി ഈർച്ചപ്പൊടി ഇട്ട് കത്തിച്ചിരുന്ന അടുപ്പ്, അടിഭാഗം ഒരുപാട് വീതിയിൽ മോള് ഭാഗത്ത് ഇങ്ങനെ കുടുങ്ങിയിട്ട് വരുന്ന സാധനം. ആ സാധനത്തിന് അറബിയിൽ തെന്നൂർ എന്നാ പറയാ. തെന്നൂർ എന്ന് പറയുന്നത് അതിനും നമ്മുടെ പെൺകുട്ടികൾ ഇട്ടിരുന്ന പാവാടക്കുമാണ്. ഈ തെന്നൂർ ഇങ്ങനെ ആളിക്കത്തുന്നു അടുപ്പ്, അതിൽ കടന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ തിളച്ചു പൊങ്ങുന്നു. പുറത്തേക്ക് ചാടിയില്ലാന്നാകുമ്പോൾ തീയൊന്ന് അമരും, അവർ താഴേക്ക് തന്നെ പോകും, ഒരു കാലം വൃത്തിയാടാൻ പറ്റൂല. അപ്പൊ അതാരാന്ന് ചോദിച്ചപ്പോ കിട്ടിയ മറുപടി എന്താ? ഹൗലാഇ സുനാത്തു ഉമ്മത്തി എന്നാണ്. ഇവർ എൻ്റെ സമുദായത്തിലെ വേശ്യകളും വ്യഭിചാരികളുമായിരുന്നു എന്ന്. കുറച്ചപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത് ഒരു കാലടിപ്പാടാണ്, ഒരാൾ നടന്നു പോകുന്ന ശബ്ദം. അത് സ്വർഗത്തിലാണ്. അതാരാണെന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നടപ്പമാണ്. ബിലാൽ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നാട്ടിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാബാലുക യാ ബിലാൽ, എന്താ ബിലാലെ നിന്റെ ഒരു അവസ്ഥ, എന്താ അത് സംഗതി? ഫമാദാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്താ നബി നിങ്ങൾ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ എനിക്ക് മുമ്പിലൂടെ നീ നടന്നു പോകുന്ന കാലടി ശബ്ദം ഞാൻ കേട്ടു. എന്താണ് ഇതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞെന്തറിയോ? നബിയെ, നിങ്ങളെനിക്ക് ഒളു എടുത്താൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിന്റെ പുണ്യം പറഞ്ഞ നീതില്ലേ, അത് കേട്ടതിന് ശേഷം ഞാൻ അതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അത് കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അത് കേട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞു, ഞാൻ ഇത് പഠിച്ചിട്ട് കുറെ കാലമായല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിപ്പോ കേൾക്കണമായിരിക്കും, പക്ഷെ ഞാനിത് പഠിച്ചിട്ട് എത്ര കാലമായി. ബാദിറൂബിൽ അമാലി സബഅ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ദുരവസ്ഥകൾ 7 വരുന്നതിന് മുമ്പ് അതിനെ മറികടക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുകയില്ല. ആ ദുരവസ്ഥയിൽ മരണം വരും, മറവി വരും, രോഗം വരും, പട്ടിണി വരും, അങ്ങനെ പല കാര്യങ്ങൾ വന്നു. അതൊക്കെ എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. അതിനിടയിൽ കിട്ടുന്ന സമയം പരമാവധി അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് 5 വഖത്ത് നമസ്കാരം, അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോണില്ല, 5 വഖത്ത് നമസ്കാരം നിർബന്ധമാകുന്നത് അവിടെ വെച്ചാണ്. ഒരു പ്രത്യേകത എന്താണ്? നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആകാശത്ത് വെച്ച് നിയമമാക്കപ്പെടുന്ന ഒരേ ഒരു ഇബാദത്താണ് നമസ്കാരം. മറ്റാരാധനകൾക്കൊക്കെയുള്ള നിയമങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്നാണ് കൊടുത്തത്. നമസ്കാരം അങ്ങോട്ട് വിളിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങോട്ട് തൻ്റെ പ്രിയപ്പെട്ടവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുത്ത മഹത്തായ സമ്മാനമാണ് ഈ സമുദായത്തിന് നമസ്കാരം.
ഇതെല്ലാം കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചില്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കൽ എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ആണല്ലോ, അല്ലേ? ആ കിട്ടുന്ന ആൾക്ക് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുന്ന സംഗതിയാണ് അയാൾക്ക് നമ്മൾ കൊടുക്കുക. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ മുഹബ്ബിന്, ഖലീലിന് തന്റെ സവിധത്തിലേക്ക് വിളിച്ചു വരുത്തി നൽകിയ മഹത്തായ ഒരു സമ്മാനം, അല്ലേ? വസഈനൂ ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ ക്ഷമിക്കുവീൻ, നമസ്കരിക്കുവീൻ, അതുകൊണ്ട് സമുദായത്തിന് സേവനം ചെയ്യുവീൻ, പരസ്പരം സഹായിക്കുവീൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു വഇന്നഹാ ലകബീറത്തുൻ. ഈ നമസ്കാരം മുറപ്രകാരം കൃത്യമായി സത്യസന്ധതയോടെ, ഈമാനോടെ, തഖ്വയോടെ, ഇഖ്ലാസോടുകൂടി സ്ഥിരമായി നിർവഹിക്കുക എന്നത് എടുത്താൽ പൊങ്ങാത്ത ഒരു കാര്യമാണ്. മക്കളെ പേരക്കുട്ടികളെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ, വേറെ എന്ത് പണിയെടുക്കാനും പറഞ്ഞാലും കേൾക്കും. ഇതിന് മുതൽ മുടക്കില്ല, ആരോഗ്യം മുടക്കില്ല, സമയം മുടക്കില്ല. വളരെ ഈസിയാണ് നമ്മളെ സംബന്ധിച്ചത്. ആണോ അല്ലേ? ആണ്. വേറെ തൊഴിലൊന്നുമില്ല. ബാങ്ക് കൊടുത്താൽ നമ്മുടെ മനസ്സിലെന്താ? അതണ്ട് കഴിഞ്ഞാൽ ഒരു വലിയ ഭാരാണ്ട് ഇറങ്ങിയ ആശ്വാസ, അല്ലേ? നിസ്കരിച്ചിട്ടില്ലെങ്കിലാ നമ്മുടെ മനസ്സിൽ ഇന്നലെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ ഒരു കഷ്ടപ്പാട് പറയാൻ ഞാൻ ഇന്നലെ വീട്ടിലിരിക്കാൻ ഒഴിവില്ലാത്ത മരണപ്പാച്ചിലാണ്. 3 മണി 3:15 മണ്ണാർക്കാട് തച്ചമ്പാറയാണ് ഞാൻ. 6 മണിക്ക് എനിക്ക് എടവണ്ണയിൽ ഒരു ക്ലാസ്സിൽ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കണം. ഇതിനിടയിൽ വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം, ഒന്ന് കുളിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് 100 അസറും മണ്ണാർക്കാട്ടെന്ന് ജമ്മ് കസറാക്കി അവസാനിപ്പിച്ചിരുന്നു. മഗ്‌രിബിന് പിന്നെ എടവണ്ണ എത്താം. ഞാൻ 4 മണിക്ക് 4:15 വീട്ടിൽ നിന്നിറങ്ങി. അപ്പൊ എങ്ങനെയത് ഈ 1 മണിക്കൂർ കൊണ്ട് തച്ചമ്പാറന്ന് വീട്ടിലെത്തിയെന്ന് ചോദിക്കരുത് കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 3/4 മണിക്കൂർ 50 മിനിറ്റൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അങ്ങനെയാണ് സമയം. പോട്ടെ, അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും. ചുരുക്കത്തിൽ മഗ്‌രിബ് നമസ്കരിക്കാൻ എത്താമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന തൊട്ടുപുറത്ത് ഒരു പള്ളിപ്പെരുന്നാളുടെ റോഡ് ബ്ലോക്ക്. വാണിയമ്പലം 3/4 മണിക്കൂറാണ്ട് പോയി. അപ്പോഴും പ്രതീക്ഷ ഉണ്ട്. പക്ഷെ തിരുവാലി എത്തിയപ്പോൾ അവിടെ പാലം പൊളിച്ചു കിടക്കുന്നു. ഒരു നിര വാഹനങ്ങൾ തന്നെ കഷ്ടിയാണ് പോവുക. ഒരു 3/4 മണിക്കൂർ അവിടെയും. എന്നെ പ്രതീക്ഷിച്ച് ക്ലാസ്സിന് കാത്തു നിൽക്കുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന അധ്യാപകർ ട്രെയിനിങ് ക്യാമ്പാണ്, അവിടെ കാത്തിരിക്കുന്നു. 6:30 എത്താമെന്ന് വിചാരിച്ച ഞാൻ അവിടെ എത്തുന്നത് 7:15. സ്വാഭാവികമായിട്ട് ഞാനെന്ത് തീരുമാനിച്ചു? ജമ്മു തഹ്ഖീറാക്കാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബ് ഇശാ നമസ്കരിക്കുക. ഇനിയിപ്പോൾ ഇവരെയും കൂടെ കാത്തിരുത്തേണ്ട ആവശ്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ 10 മണിയിലപ്പുറമായി. എനിക്കിങ്ങനെ വിറയാൻ തുടങ്ങി. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് വന്ന കണ്ടമാന അധ്യാപകർക്ക് ക്യാമ്പിൽ ട്രെയിനിങ് മദീൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യാതെ പോയത് എന്താണ്? നിസ്കാരമാണ്. മഗ്‌രിബ് നിസ്കരിച്ചില്ല. ഇശാവും കഴിയുമ്പോൾ അവിടെ ഇരിക്കണമൊക്കെ മഗ്‌രിബ് ഇശാവും ജമ്മു കസറാക്കിയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. എനിക്കിങ്ങനെ വിറയാൻ തുടങ്ങി. അവസാനം വിയർക്കാൻ തുടങ്ങി. ഇതിൽ നിന്നൊരു സെക്കൻഡ് ഒഴിഞ്ഞു മാറാൻ നിവൃത്തിയില്ല. കിട്ടിയ ഒരു ഗ്യാപ്പിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ദാവൂദ് കക്കാടിനെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് പോയി ഇത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടിരുന്ന റൂമിൽ കയറി ഒന്ന് കൊടുക്കലോ 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ തീർത്ത് ഞാൻ. അതെങ്ങനെ തീർത്ത് ചോദിക്കല്ലേ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ നേടിയ, എന്തൊക്കെയോ തീർന്നു പോയ ഒരു വലിയ ആശ്വാസം. എന്നിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ 12 മണി വരെ ഇരുന്നോളാം, കുഴപ്പമില്ല, നേരം വെളുക്കുന്നത് വരെ വേണേൽ ഇരുന്നോളാം. ഇതാണ് നമ്മുടെ മാനസികാവസ്ഥ. ഇതിനപ്പുറമാണ് നിങ്ങളുടെ, എനിക്കറിയാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാടെന്താ? ഞാൻ വഴി വിടല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് അത് എടുത്താ പൊങ്ങാത്തൊരു പണിയായി തോന്നും ചിലർക്ക്. ആരതിന് ഒഴിവാണ്? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. റബ്ബിലേക്ക് മടങ്ങേണ്ടി വരും,
റബ്ബിനെ കാണേണ്ടി വരും എന്ന് ഭയമുള്ളവർക്കല്ലാത്തവർക്കെല്ലാം നമസ്കാരം വലിയ ഭാരമേറിയ സംഗതിയായിരിക്കും. എന്തത്? റബ്ബ് തന്ന ഒരു സമ്മാനത്തോട് ഇങ്ങനെയാ. ഈ ജീവിതം റബ്ബിന്റെ സമ്മാനല്ലേ. നമുക്കിന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹദിയത്തും മിനല്ലാഹ്, ഒക്കെ റബ്ബ് തന്ന സമ്മാനല്ലേ. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഉപയോഗിക്കുന്നു. ആ സമ്മാനത്തിന്റെ വലുപ്പവും വ്യാപ്തിയും അതിൻ്റെ അളവും തൂക്കവും എമൗണ്ടും കൂടി കിട്ടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നു. അതൊക്കെയും കിട്ടുന്നു. പക്ഷെ റബ്ബിന് അതിനേക്കാളും ഒക്കെ ഇഷ്ടത്തിൽ റബ്ബ് നൽകിയ ഈ സമ്മാനം നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യും. ഇപ്പൊ എന്താവണം? ബാങ്ക് വിളിച്ച വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂന, നമസ്കാരങ്ങളെ കുറിച്ച് എപ്പോഴും ജാഗരൂകരായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂന, അവർ അത്യുന്നത സ്വർഗമായ ജന്നത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളായിരിക്കും. അവരവിടെ സ്ഥിരവുമായിരിക്കും. ഉലായിക ഫി ജന്നാത്തി മുക്രമൂൻ, ആ സ്വർഗങ്ങളിൽ അവർ ആദരിക്കപ്പെടുന്നവരായിരിക്കും എന്ന ആ ക്വാളിറ്റി പറഞ്ഞ കൂട്ടത്തില് ആദ്യവും അവസാനവും അവരുടെ ക്വാളിറ്റിയായി പറഞ്ഞത് അല്ലദീനഹും അലാ സ്വലാത്തിഹിം വല്ലദീനഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ എന്ന ആദ്യം, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ എന്ന അവസാനം. നമസ്കാരമാണ് തുടക്കം, നമസ്കാരം തന്നെയാണ് ഒടുക്കം. അഷ്റഫുൽ ഖൽഖിന്റെ അവസാനത്തെ ഉപദേശം എന്താണ്? അസ്വലാ എന്നതാണ്. സമൂഹമേ, സമുദായമേ നമസ്കാരം, സമുദായമേ നമസ്കാരം അല്ലേ. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ ഈ മെഹറാജുമായി ബന്ധപ്പെടുത്തിയ ഞാനത് പറഞ്ഞു. 27 ആയില്ലേ. തേങ്ങാച്ചോറ് വെക്കണ ചക്കരച്ചോറ് വെക്കണ സമയം കഴിഞ്ഞ് വെച്ചോളി, വെക്കാതിരുന്നോളി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമ്മാനം സ്വീകരിക്കാത്തവൻ ഇനിയിപ്പോ അത് കിതാബിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത് തന്നെയാണെന്ന് വിചാരിച്ചോളി. അല്ല, പച്ച ബിദഅത്താണ്. ഏത്? ഈ ചക്കരച്ചോറ്, ഈ നോമ്പും പച്ച ബിദഅത്താണ്. അത് സുന്നത്താണെന്ന് അവർക്കും അഭിപ്രായമില്ല. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റ നോമ്പാന്ന് അവർ ഇന്നോളം പറഞ്ഞില്ല. ആ ചക്കരച്ചോറ് റസൂൽ വെച്ചു എന്നും പറഞ്ഞില്ല. അതിന് അന്നൊരു ഈത്തപ്പഴം സ്പെഷ്യലായിട്ട് ഞാൻ മിറാജ് പോയപ്പോ കിട്ടിയത് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടില്ല. അങ്ങനെ നൂർക്കും വാദല്ല. എന്നിട്ടും അതിനോട് കാണിക്കുന്ന താല്പര്യത്തിന്റെ 100-ലൊരംശം പോലും ഈ സമൂഹം നമസ്കാരത്തിന് കൊടുക്കണില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ സമ്മാനം അല്ലേ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും പേരമക്കളെയും നമസ്കാരം നിലനിർത്തുന്നതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അതിൽ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, എൻ്റെ റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കരിക്കുന്നവരാക്കണേ എന്ന അല്ലേ. ആ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. ഒപ്പം അതിനു വേണ്ടിയുള്ള പരിശ്രമവും നമുക്ക് നിലനിർത്താൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരുന്നു. അതിനിടയിൽ ഞാൻ പറയാതെ പോയൊരു സമയം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി ബൈത്തുൽ മഖ്ദിസിൽ തൻ്റെ ഈ ബുറാക്കിനെ അവിടെ ബന്ധിച്ച് ബൈത്തുൽ മഖ്ദിസിൽ കയറി നോക്കുമ്പോൾ അവിടെ എന്നോളം മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ അഖിലവും ഈസ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്നു. ഇസ്ലാമിന് ഒരാൾക്ക് പുറത്തു പോകാൻ വേറെന്തേലും ആണോ അല്ലേ? നോക്കുകയാണെന്നുള്ളത് നമ്മളെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. ആ സംഭവം പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ആ ഹദീസ് തന്നെ കളവാക്കിയ ആളുകളുണ്ട്. ആ സംഭവം പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയ ആളുകളുണ്ട്. എന്നാൽ അതേ സംഭവം തന്നെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്നവരുമുണ്ട്. എത്ര കൃത്യമാണ് ഇസ്ലാമിൻ്റെ വൃത്തം എന്ന് മനസ്സിലാവാത്തവരാണ് ഈ 3 കൂട്ടരും അല്ലേ.
ഈ സംഭവം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ 6 സ്വഹാബിമാർക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അങ്ങനെ ബുദ്ധിക്കൊതുങ്ങാത്തതാണത് എന്നവർ മനസ്സിലാക്കിപ്പോയി. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോയി. പക്ഷെ ഇപ്പോഴും ഇത് നിഷേധിക്കുന്ന ആളുകൾ പറയുന്ന ഏറ്റവും ലളിതമായ സംഗതി, നിങ്ങളിതിന്റെ പുറത്താണ് ഈ സമുദായത്തെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു സ്വപ്നമാണ് എന്നാണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പക്ഷെ ഇതേ സംഗതിയാണ് എന്ന് കൊട്ടപ്പുറത്ത് പണ്ടോതിയ ആയത്തിലുള്ളത്. ഓർക്കുണ്ടോ? നബി തങ്ങളെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്ക്. അപ്പോ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മരിച്ചവരല്ലേ മൗലവി? അവരോട് ചോദിക്കാൻ അല്ലാഹുവല്ലേ കൽപ്പിച്ചത് മൗലവി? അല്ലാഹു ശിർക്കിന് കൽപ്പിക്കുമോ മൗലവി എന്നാ ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞെന്തറിയോ? ആ പ്രവാചകന്മാർ അവിടെ ജീവിച്ചിരുന്നവരാണ് മൊയ്ലിയാരേ എന്ന് നമ്മൾ പറഞ്ഞു. കൂട്ടനെ മറുപടി, അപ്പോൾ പ്രവാചകന്മാർ മരിച്ചിട്ടില്ല എന്ന് തെളിവായില്ലേ മൗലവി? മുടിയില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ അതിനപ്പുറം പറഞ്ഞില്ല. എന്ത് ചോദിക്കാൻ പറഞ്ഞെന്തറിയോ? ആ ജഅൽനാമിൻദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. നബി അവരോട് ചോദിച്ചു നോക്കി, ഞാനല്ലാതെ വേറെ ആരെയെങ്കിലും ആരാധിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും അനുവാദം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു നോക്ക്. അത് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ പ്രവാചകന്മാര് മരിച്ചുപോയവരാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവർക്ക് വിളിച്ചാൽ കേൾക്കാതുണ്ടെങ്കിലും ചോദിക്കാനുള്ളതെന്താ? ഞാനല്ലാതെ വേറെ ആരെയെങ്കിലും ആരാധിക്കാൻ, എന്നെ അല്ലാതെ വേറെ ആരെയെങ്കിലും ആരാധിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും അനുവാദം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കളി. ഉത്തരം എന്ത് ചെയ്യും? ഖുർആൻ തന്നെ പറഞ്ഞു. എന്താണ്? വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനൊരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല നബിയെ, എന്നെ മാത്രമേ ആരാധിക്കാവൂ, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. അതാ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ മിഅ്റാജ് എവിടെത്തും? ശിർക്കിന് ആവശ്യമുള്ളവർക്ക് അതിൽ തന്നെ ന്യായീകരിക്കാൻ പറ്റുന്നതുണ്ട് അല്ലേ? ബുദ്ധിക്ക് നിരക്കാത്തത് തള്ളണം എന്ന് പറയുന്നവർക്കും അതിൽ ന്യായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാഷാ അല്ലാഹു ഖാൻ, അല്ലാഹു വിചാരിച്ചാൽ എന്തും നടക്കും. അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തിന്റെ സത്യതയുടെ അടയാളങ്ങളാണ്. അത് മുഅ്ജിസത്തുകളാണ്. അത് മറ്റു മേഖലകളിലേക്കോ സന്ദർഭങ്ങളിലേക്കോ താരതമ്യം ചെയ്യാവതല്ല. അത് അവിടെ ഒതുക്കണം എന്ന് മനസ്സിലാക്കാൻ അഹ്ലു സുന്നത്ത് ഉപയോഗിച്ചത് ഇതേ സംഗതിയാണ്. എന്ത്? അത് മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതല്ല. വേറെ ഒരാൾക്ക് മിഅ്റാജ് ഇല്ല, വേറെ ഒരാൾക്ക് ഇസ്രാ ഇല്ല. അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ മഹത്തായ നിഅമത്താണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മുഅ്ജിസത്താണ് എന്നതുപോലെ നബി തങ്ങൾക്ക് 1000ഓളം മുഅ്ജിസത്തുകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് എന്നതുപോലെ അതിലൊരു മുഅ്ജിസത്താണ്. അത് മറ്റുള്ളവർക്ക് താരതമ്യം ചെയ്യാവതല്ല. അത് ശുദ്ധ തൗഹീദിലും പരലോക വിശ്വാസത്തിനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവും മഹത്വവും വർദ്ധിക്കുന്നതിനും മാത്രം ആണ് അഹ്ലു സുന്നത്ത് അത് കാരണമാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചിറക്കി വരുന്നു, ബുറാക്കിനെ അഴിക്കുന്നു, ബുറാക്കിന്റെ പുറത്ത് കയറുന്നു. അതേ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ തന്നെ എത്തുന്നു. അതിനിടയിൽ മക്കയിൽ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക് കച്ചവടത്തിന് പോയ പല ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കാണുന്നു. അവരോടൊക്കെ സംസാരിക്കുന്നു. ഒരു കൂട്ടരുടെ ഒരു പുള്ളി ഒട്ടകം കാണാതെ പോയതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇന്നിടത്തുണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വേറൊരു വിഭാഗം യാത്രക്കാർ തമ്മിലുണ്ടായിരുന്ന കലഹം അവർക്കിടയിൽ ഇടപെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞവസാനിപ്പിച്ച് രഞ്ജിപ്പിലെത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വീട്ടിൽ മറ്റുള്ളവർ ഉറങ്ങുന്നതിന് മുമ്പേ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്രാ മിഅ്റാജ്. കൂടിയിട്ടുണ്ടല്ലോ. ആ വന്നയാളുകൾ വഴിയിൽ ഒട്ടകത്തെ കാണാതെ പോയ ആളുകൾ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഞങ്ങളുടെ പുള്ളിച്ചിപ്പജിരെ ഒട്ടകത്തെ
അദ്ദേഹമാണ് അത് ഇന്നിടത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് തന്നത്. അടുത്ത ടീം പറയുന്നു, ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു വഴക്ക് തീർത്തത് മുഹമ്മദുൽ അമീനാണ്, അദ്ദേഹത്തെ ഞങ്ങൾ ഇന്നിടത്ത് വെച്ച് കണ്ടു. പക്ഷേ അവരൊക്കെ ഇവിടെ എത്തിയപ്പോൾ 15, 20, 25 ദിവസം പിന്നെ കഴിഞ്ഞു. അപ്പോഴേക്ക് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കേണ്ടവരൊക്കെ കളിയാക്കി, ഇസ്ലാം ഒന്ന് പുറത്തു പോകേണ്ടവരൊക്കെ പോയി, ഈമാൻ ഉറപ്പിക്കേണ്ടവർക്ക് ഉറപ്പിക്കാനും സാധിച്ചു. നമ്മളിതിൽ ഏതിലാ വേണ്ടത്? ആലോചിച്ചോളൂ. അബൂജഹലിന് പറയാണ്ടായിരുന്നു എന്തറിയോ? ഉറപ്പായില്ലേ? ഉറപ്പായില്ലേ? നമ്മൾ 10-12 കൊല്ലായി ചെങ്ങായിക്ക് സുഖമില്ലാന്ന് പറയുന്നത്, ഇപ്പൊ ഉറപ്പായില്ലേ? അതെല്ലാരും അംഗീകരിച്ചു. ആര്? മക്കാ മുശ്രിക്കുകൾ. ഓർക്ക് പിന്നെ പ്രശ്നമില്ലാതെ പോയി. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലാതെ പോയി. മറ്റവരിങ്ങനെ വിചാരിച്ച് ഇത് കുറച്ച് കടന്ന കയ്യാണ്, ഇത്ര കാലം പറഞ്ഞതൊക്കെ അപ്പൊ അങ്ങനെ തന്നെയായിരിക്കും, ഇയാള് ശരിയില്ല, നമ്മൾ ഇയാളെ കുടഞ്ഞു വേണ്ട. ഒരു പുറത്തേക്ക് പുറത്തുണ്ടായിരുന്ന ആളുകൾക്ക് അവിടെ ഉറച്ചിക്കാൻ പറ്റി, ഉള്ളിലുണ്ടായിരുന്ന ആളുകളിൽ 6 ആൾക്ക് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം തെളിഞ്ഞു. അതിനിടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ല. അദ്ദേഹം കച്ചവട യാത്രയിലാണ്. തിരിച്ചു വരുമ്പോ അദ്ദേഹത്തോട് ഇവരെ കാണാനാണ്ടുപോയി. അബൂബക്കറിനെ കാണാൻ സന്തോഷം കൊണ്ടേ. ഇതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിന് തിരിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് സന്തോഷം കൊണ്ട് ഇവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അങ്ങോട്ട് പോയി. അങ്ങനെ മരുഭൂമിയിൽ വെച്ച് കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഇവര് നോക്ക്, എന്താ കഥ, ഈ ഇത്രയും കാലം പൊട്ടനായി പോയില്ലേ, ഞങ്ങൾ എത്ര തവണ പറഞ്ഞതാ മുഹമ്മദിന് അതാണ് ഇതാണ് അങ്ങനെയാണെങ്കിൽ അംഗീകരിച്ചല്ലോ, ഇപ്പൊ എന്തായി? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇപ്പൊ സംഭവം എന്തുണ്ടായിരുന്നു? പോയി ചെങ്ങായി ഇപ്പൊ ആകാശത്തെത്തിയണല്ലോ. ബൈത്തുൽ മഖ്ദിസിൽ പോയല്ലോ, ബസ്സിൽ അറാമിൽ പോയ ബസ്സിൽ അക്സേ പോയല്ലോ. അവിടെ 7 ആകാശത്തും പോയി ഇത്രേ, സ്വർഗം കണ്ടത്രേ, തിരിച്ചു വരും തീരത്രേ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണു വിളിച്ചു, നിങ്ങള് കള പറഞ്ഞല്ലേ? അല്ല ചങ്ങാതി, സത്യാണ്, നിങ്ങളെന്നെ പറ്റിക്കരുത് കേട്ടോ, സത്യാണ്, ഈ 4 ദിവസം കൊണ്ട് അവിടെ എത്തുമല്ലോ, അപ്പൊ എനിക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമൻതു ബിഹി വസദ്ദഖ്തു, അത് ഞാൻ അംഗീകരിച്ച്, അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചു, അത് സത്യമാണ്, ഞാൻ അംഗീകരിക്കുകയും ചെയ്തത്. അപ്പൊ അവരങ്ങോട്ട് തലി കൈവച്ചിട്ട് ചോദിച്ചു, എന്താ അബൂബക്കർ ഈ പറയണം, ഇതൊക്കെ കൂടെ ഒരു മനുഷ്യന് സാധിക്കോ? എന്താ സാധിക്കൂലെന്ന് നിങ്ങൾക്കറിയോ? കഴിഞ്ഞ 10-12 കൊല്ലായിട്ട് ആ മനുഷ്യന്റെ അടുത്തേക്ക് രാവിലെയും വൈകുന്നേരം ആകാശത്തുനിന്ന് ഇങ്ങിട്ട് ആള് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. ആര്? മുസ്ലിം അല്ലേ? 10-12 കൊല്ലായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആകാശത്തുനിന്ന് രാവിലെയും വൈകുന്നേരം ഇടക്കിടക്ക് ഇങ്ങിട്ട് ആള് വരുന്നുണ്ട്, അയാൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. പിന്നെപ്പോ എന്താ, ഒരു വട്ടം അങ്ങോട്ട് പോയി എന്നുള്ളതിലും വലിയ കാര്യമൊന്നുമില്ല, അത് ഇത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല, ഞാൻ അംഗീകരിച്ചു. ലിദാലിക സുമ്മിയ അബൂബക്കറിൻ സുദ്ദീഖൻ, അതാണ് അബൂബക്കറിന് സുദ്ദീഖ് എന്ന് പേര് വരാനുള്ള കാരണം. ഈ 4 വിഭാഗത്തിൽ ഞാൻ ആരുടെ കൂടെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പുണ്ടോ? എന്നാൽ അത് സത്യമാണ്, പിന്നെ എനിക്ക് അതിൽ ഡൗട്ടില്ല എന്ന് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആരാവുക? നമ്മൾ മുസ്ലിം ആവുക. പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്, അതിനപ്പുറത്തേക്ക് പോകണ്ട. അപ്പൊ ഇതാണ് ഇസ്രായേൽ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് കുറച്ചുകൂടി കടന്ന, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ. കേട്ടോളൂ, ശിർക്കിനോട് അല്ലാഹുവിനുള്ള മനോഭാവം ഏത് പ്രകാരം? ഒരു ജനവിഭാഗം നൂറ്റാണ്ടുകളായി ആദരപൂർവം, ഭക്തിപൂർവം, ബഹുമാനപൂർവം ആദരിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും ഒരു സമൂഹത്തിന്റെ ഫൗണ്ടേഷനായി അവർ സ്വീകരിക്കുകയും ചെയ്ത വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി, വളരെ നിസ്സാരമായി തള്ളിക്കളയുകയാണ്.
അഫറഅയ്തും ലാത്ത വൽ ഉസ്സ, അല്ല നിങ്ങൾ ലാത്തയുടെയും ഗുസ്സയുടെയും കാര്യം ആലോചിച്ചിട്ടുണ്ടോ? വമനാത്ത സാലിസത്തൽ ഉഖ്റ, ആ മൂന്നാമത്തെ മനാത്തിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അലക്കുമു ദക്കറു വലഹുൽ ഉൻസ. അവിടെ കട്ടെ. രണ്ടായത്തിൽ കഴിഞ്ഞിട്ട് ചോദിച്ചോക്കാടി. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ല ളന്ന വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. അതാണ് ഇതിന്റെ മറുപടി. അതവിടെ അയക്കാണ്ട് എത്തുന്നത് ഈ രണ്ടായത്തൂടെ പറയാം. അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസ, മക്കക്കാരുടെ വിശ്വാസമായിരുന്നു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നത്. അതേ സമയത്ത് സ്വന്തം വീട്ടിൽ മക്കൾ പിറന്നാൽ അതിനെ വളർത്താൻ അവർക്ക് പ്രയാസവും ഉണ്ടായി, അതും അപമാനവുമായിട്ട് അവർ കണ്ടിരുന്നു. അപ്പൊ പെൺമക്കൾ ചീത്തയാണ്, മോശമാണ്, മാനക്കേടാണ് എന്ന് വാദിച്ചിരുന്നവരോട് അള്ളാഹു ചോദിക്ക, അലക്കുമുദ്ദക്കറും, ആൺകുട്ടികളൊക്കെ നിങ്ങൾക്കുള്ളതും, വലഹുൽ ഉൻസ, പെൺകുട്ടികളൊക്കെ പഠിച്ചോളാ. സത്യത്തില് ഇപ്പൊ ഈ സമുദായത്തിന് കുറച്ച് ഒഴിവായിക്കണമെന്ന് തോന്നുന്നില്ലേ? നമ്മളിവിടെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം ഏതൊരു പരിശോധനയിലും വെളിപ്പെടുത്തരുത്, അന്വേഷിക്കരുത്. അത് അന്വേഷിക്കുന്നതും വെളിപ്പെടുത്തുന്നതും കുറ്റകരമാണെന്ന് നിയമം ഇന്ത്യ രാജ്യത്തുണ്ടാവാൻ എന്താ കാരണം? ഭ്രൂണഹത്യ, പെൺകുട്ടികളെ ജീവനോടെ കൊന്നിരുന്ന, അതന്നെയല്ലേ ഇതിന് പറയാ അല്ലേ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് വേർതിരിയുമ്പോൾ അതിന്റെ ജെൻഡറും വേർതിരിഞ്ഞു, അതിന് ജീവനും വന്നു. അതിനെ ജീവനോടെ കൊന്നിരുന്ന ആ പ്രവണത ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു, കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത, ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറവ് ശതമാനം മാത്രം ഉണ്ടാകേണ്ടിയിരുന്ന മലബാറിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ. നമ്മുടെ ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവരുടെ പരസ്യമായി പോലും അക്കാലത്ത് വെച്ചിരുന്നു, ഇപ്പോൾ 5000 മുടക്കിയാൽ പിന്നീട് 5 ലക്ഷം ലാഭിക്കാം എന്ന്. എന്തിനാ 5000 മുടക്കണമെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഏത് നൂറ്റാണ്ടിൽ നിന്നാണ് ഇപ്പൊ കരകയറി വന്നത് നോക്കാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ അവരുടെ ഭാര്യമാർക്ക് പ്രസവിക്കാനുള്ള അനുവാദമെങ്കിലും നൽകിയിരുന്നു അല്ലേ? ആ കുഞ്ഞിനെ അവർ 2-3 വയസ്സെങ്കിലും വളർത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് കുട്ടി മുറ്റത്ത് ഇറങ്ങാൻ പ്രായമാകുമ്പോഴാ നമുക്ക് മാനക്കേട് തോന്നുക. അതുവരെ അവർ വീട്ടിൽ ഒളിച്ചു ആളുകൾ കാണാതെ ഇതിനെ ഒളിപ്പിച്ചു വെച്ച് വളർത്തണോ, തുറാബ്, അതോ ജീവനോടെ കുഴിച്ചു മൂടണോ എന്ന് ആലോചിച്ചിരുന്ന നമ്മൾ ആളുകൾക്ക് അങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായിരുന്നില്ല. തന്നെ എന്തൊക്കെ ഫലം നോക്കാണി. പെൺകുട്ടികളെന്ന് ആലോചിച്ച് നോക്കാണി, ആൺകുട്ടികളെ വാപ്പാർക്ക് അറിയാം. 1 കൊല്ലായി ഞാൻ തിരയാൻ തുടങ്ങിയിട്ട്. എന്ത് മോനൊരു പെൺകുട്ടീനെ കിട്ടിയിട്ടില്ല. ഒരു കാലത്ത് ഈ ഗതികേട് ആർക്കായിരുന്നു? പെരിയിൽ 2 പെൺകുട്ടികൾ ഉണ്ടാകാതറിഞ്ഞാലും വാപ്പാന്റെ നെഞ്ഞുരുകിന്ന് അല്ലേ? ഒരു 10-45 വയസ്സാകുമ്പോഴത്തേന് മൂപ്പരും തലയും നെഞ്ഞമ്പത്തെ രോമൊക്കെ നിരച്ചിന്ന് ബേജാറായിട്ട് ഇതിനാരേലും ഒന്നും കൊണ്ടോണ്ടേ. ഇപ്പോ ഓലെ കാല അല്ലേ? ഇപ്പൊ അവരെ കാല അനുഭവിക്കണ സമുദായം. അപമാനിക്കപ്പെട്ടവന് തിരിച്ചു വരാനുള്ള സാഹചര്യം സൂറത്ത് അൽ ഖസസിന്റെ 5-ാമത്തെ ആയത്ത് മുഅ്മിനീങ്ങൾ ഒന്ന് വായിക്കണം വീട്ടിൽ പോയിട്ട്.
റളിതു ബില്ലാഹി റബ്ബൻ. സൂറത്ത് അൽ ഖസസ് 28-ാം അധ്യായം 15-ാമത്തെ ആയത്ത്. ബനൂ ഇസ്രായേലിന്റെ അധപ്പതനത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഫിറഔൻ ജനങ്ങളെ രണ്ട് തട്ടിലാക്കി ഉടമകളും അടിമകളുമാക്കി ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയും, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുളഇഫു ഫിൽ അർള് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. എത്ര അടിച്ചൊതുക്കപ്പെട്ടവരാണെങ്കിലും വനുരീദു നാം വിചാരിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, അന്നമുന്ന ദയ കാണിക്കാൻ, ദാക്ഷിണ്യം കാണിക്കാൻ, അലല്ലദീന ഇസ്തുളഇഫു അടിച്ചൊതുക്കപ്പെട്ടവരോട് ദയ കാണിക്കാൻ, വനജഅലഹും അഇമ്മ കാര്യങ്ങളുടെ നിയന്ത്രണം, നേതൃത്വം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, വനജഅലഹുമുൽ വാരിസീൻ അവരെ ഒരു കാലഘട്ടത്തിന്റെ, ഒരു രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണ്ട് ഉമ്മമാര് മക്കളെ കൊല്ലാൻ കൂട്ടുനിന്ന നിർദ്ദേശ വാപ്പാരും ഉമ്മമാരും ഇപ്പൊ പെൺകുട്ടികൾക്ക് തെരഞ്ഞു നടന്ന് ഇടങ്ങേറാവുക. ആണ്ട് ചെന്നാൽ മക്കള് ചോദിക്കും, ഇജ്ജ് എത്രാം ക്ലാസ് വരെ പഠിച്ചിന്? എനിക്ക് എന്നെ മാണ്ടടോ, വേറെ ആള് വരും. ഇല്ല സർ, അങ്ങനെ തന്നെ എതിരക വേണ്ട. വാപ്പക്ക് ഇഷ്ടാണ്, ഉമ്മാക്ക് ഇഷ്ടാണ്, കുടുംബത്തിന് ഇഷ്ടാണ്, പക്ഷെ നമ്മളെ മോൾക്ക് താല്പര്യമില്ല. എന്ത്? ഓളെ കുറെ ആളെ മുമ്പിൽ ഓളെ ഉമ്മാനെ കൊണ്ടുപോയി വെച്ചു കൊടുത്തതാ നമ്മള്. 150 ആള് വന്ന് എല്ലാരെ മുമ്പിലും തുണിയും കുപ്പായം മാറ്റി നിന്ന്, എന്നിട്ട് ഏതെങ്കിലും ഒരു കോങ്കണ്ണി വന്നിട്ട് ഓൾ അവിടെ ഒരു മുറിയുണ്ട് അല്ലെങ്കിൽ ഒരു കാക്കപ്പുള്ളി ഉണ്ട്, ഞമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞ് അല്ലേ ചെയ്തില്ല? നമ്മള് ചെയ്ത് ഒരു പെൺകുട്ടിയുടെ വാപ്പ പോയി കണ്ട്, ഉമ്മ പോയി കണ്ട്, ഭർത്താവ് പോയി കണ്ട്, പിന്നെ നാട്ടിലെ മുഴുവൻ എണ്ണത്തിനും വിളിച്ച് അതിലേതെങ്കിലും ഒരു കോങ്കണ്ണി ആ കോങ്കണ്ണിട്ട് നോക്കുമ്പോൾ അത് കാണുന്നത് ഒഴിവാക്കിയില്ലേ? ഇനി അവരൊന്നും ഭരിക്കട്ടെ നാട് കുറച്ചു കാലം. അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ചെക്കന്മാർ വരുമ്പോൾ അവര് സമ്മതിക്കും. നോക്കാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല അല്ലേ. അല്ലാക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ വെച്ചുല്ലേ, ആൺകുട്ടികളെ നിങ്ങൾ സ്വന്താക്കി, നിങ്ങൾക്ക് വേണ്ടാതെ നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? തിൽക്ക നിങ്ങൾ ആ ചെയ്ത ആ കിസ്മണ്ടല്ലോ, ആ ഓഹരി വെപ്പ്, തിൽക്ക ഇതൻ കിസ്മത്തുൻ ലീസ, അതൊരു നീതികെട്ട അനീതിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാര്യം നമ്മളോടല്ല പറഞ്ഞത്, കാര്യം മക്കാ മുശ്രിക്കുകളുടെ ദുസ്വഭാവത്തോടാ പറഞ്ഞത്. രണ്ടും കൂടി കൂട്ടിച്ചേർത്താ പറഞ്ഞത്. പക്ഷെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു സംഗതി എന്താണെന്നറിയോ? എന്താണ്? ഖുർആനിലെ ഓരോ ആയത്തുകളും അത് വായിക്കുന്നവരോടാണ് സംവദിക്കുക അല്ലേ? അത് അവനോടാണ് അത് സംവദിക്കുക, നാട്ടുകാരോടല്ല.
എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് ഖുർആൻ എനിക്ക് വഴികാട്ടിയാവുക. അല്ലെങ്കിൽ എല്ലാ ആയത്തും ഒന്നുകിൽ മക്കക്കാർക്കല്ലേ, മദീനക്കാർക്കല്ലേ, ജൂതന്മാർക്കല്ലേ, മുനാഫിക്കുകൾക്കല്ലേ, മുശ്രിക്കുകൾക്ക് അല്ലെ, അതിന്റെ സബബുന്നുസൂൽ അതാണ് മൗലിയ. നമ്മളെ ബാധിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു ആയത്ത് ഇനിയില്ല. കൊൽഹു അള്ളാഹു എഴുതി പറഞ്ഞാൽ നമ്മളെന്താ പറയുക, നബിയെ പറയുക അള്ളാഹു ഏകനാണെന്നതാണ് കാര്യം എന്നാ. അപ്പൊ നമ്മളോടല്ല നബിയോടല്ല പറയാൻ പറഞ്ഞ, നമ്മക്ക് ആ ബാധ്യത ഇല്ല. എന്നാ പിന്നെ തഫ്സീർ ഒന്ന് നോക്കിയിട്ടാണെന്ന് പറയുന്നത്. നോക്കിയിട്ടാണ് തഫ്സീറിൽ നോക്കിയിട്ടാണ് വായിക്കാണ്. പൊന്നാര മുസ്ലിമേ പറയേ നബിയെ എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടാകും. നബിയെ എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. കാരണം അള്ളാഹു അത് ജിബ്രീലിനോട് ആദ്യമായി ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ നബി ആയിരുന്നു പിന്നെ അഭിസംബോധിതൻ. അതുകൊണ്ട് അപ്പൊ നബിയോടാണ് പറഞ്ഞത്. ഇപ്പോൾ അത് ആരൊക്കെയാണോ അല്ലാഹു അഹദ് വായിക്കുന്നത്, ഓതുന്നത്, അവനോടാണ്, ഓരോരുത്തരോടുമാണ് എന്ന് മനസ്സിലാകുന്നിടത്താണ് ഖുർആൻ നമുക്ക് വഴികാട്ടിയാവുക. അള്ളാഹു അങ്ങനെ ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. സ്വഹാബത്ത് പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം അറിയാലോ. സൂറത്ത് താഹ വരുന്നു, അദ്ദേഹം അത് വായിക്കുന്നു. മാ അൻസൽനാ അലൈക്കൽ ഖുർആനിൽ തസ്ക എന്ന് വായിക്കുമ്പോൾ അദ്ദേഹത്തെ നബിയെ ഇത് നാം താങ്കൾക്ക് അവതരിപ്പിച്ചത് താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നല്ല മനസ്സിലായി. ഉമറേ, ഇത് നാം താങ്കളുടെ മുമ്പിൽ എത്തിച്ചത് താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അല്ലേ? ഇല്ലാ തദ്കിറത്തൻ യഖ്ശ, ആർക്കൊക്കെ പടച്ചവനെ പേടിയുണ്ടോ അവർക്കൊക്കെയും ഒരു ഓർമ്മപ്പെടുത്തലാണിത് എന്നത് ഉമറിന്റെ മനസ്സിൽ കൊണ്ടു. അല്ലേ? തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉല, ഇത് അത്യുന്നതനായ ആകാശലോകത്തിനപ്പുറത്തുള്ള അള്ളാഹു അവതരിപ്പിച്ചതാണടോ എന്ന് അദ്ദേഹത്തിന് പഠിഞ്ഞു. വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ, നീ മിണ്ടിയാലും മിണ്ടിയിട്ടില്ലെങ്കിലും, നീ ഉറക്കെ പറഞ്ഞാലും രഹസ്യമായി പറഞ്ഞാലും നിന്റെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുമടോ എന്നത് അത് ഉമറിന് തോന്നി അത് തന്നോടാണ് എന്ന്. അത് തന്നോടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഉറച്ചു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട്, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹു ഏകനാണെന്ന് സത്യമല്ലേ? ആണ്. താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണെന്നത് സത്യമല്ലേ? ആണ്. ഈ വായിച്ചത് അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ചതാണ് എന്നത് സത്യമല്ലേ? ആണ്. എന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എവിടെ മാറ്റം നോക്കാണ്? എവിടെയാണ്? ഖുർആൻ സ്വന്തത്തോട് നേർക്ക് നേരെ നമ്മളോടാണ് സംവദിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഭയപ്പാട്, തിരിച്ചറിവാണത്. അതാണ് നമ്മൾ വെക്കേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അള്ള പറയും, ആ മേലത്തെ ആയത്ത് രണ്ടെണ്ണം കൂടി വെച്ചോടി. അല്ല, ലാത്തനങ്ങൾ കണ്ടില്ലേ, മുഴ്സനെ കണ്ടില്ലേ, ആ മൂന്നാമത്തെ ആളായ മനാത്തനെയും കണ്ടില്ലേ? ഇത്ര നിസ്സാരമായിട്ട കണ്ണു നോക്കാണി. ആ ജാറത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തേലും പറഞ്ഞാൽ, ആവുലിയപ്പാപ്പാനെ പറ്റിയിട്ട് എന്തേലും പറഞ്ഞാൽ കുരുത്തക്കേട് തെറ്റോ, അതുണ്ടാകും, ഇതുണ്ടാകും, മറ്റതുണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിമിനോടാണ് ഈ പറയുന്നത്. അല്ലേ? ഇതര മതജാതി വിഭാഗങ്ങൾക്ക് എല്ലാ ആദരവോടെയും ബഹുമാനത്തോടെയും അവരുടെ മതവിശ്വാസം വെച്ചു പുലർത്താനും ആരാധനകൾ നിർവഹിക്കാനും അതിനുള്ള പ്രചാരണങ്ങൾ ഉൾപ്പെടെ നടത്താനും അവർക്ക് ആരാധനാലയങ്ങൾ ഉണ്ടാക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിന് വിഘാതമാവാൻ നമുക്ക് പാടില്ല. അതൊരു വശം. പക്ഷേ അത് നമ്മുടെ വിശ്വാസമല്ല, അത് നമ്മുടെ ആരാധന സ്വഭാവമല്ല. നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസവും ഒരു ആരാധനാ സമ്പ്രദായവും ഒരു ജീവിത രീതിയുമുണ്ട്. അത് അവരുടെ മതം അനുഷ്ഠിക്കുന്ന അതേ ആദരവോടെയോ ബഹുമാനത്തോടെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ആദരവോടെയും ബഹുമാനത്തോടെയുമോ നമുക്ക് നമ്മുടെ മതം ആചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിൽക്കുക, ആരാധനാ സ്വാതന്ത്ര്യം നിലനിൽക്കുക, മനുഷ്യർ തമ്മിലുള്ള ഐക്യം നിലനിൽക്കുക. അവന്റെ മതം അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിന് തടസ്സം നിൽക്കാതെ അത് ശരിയല്ല എന്ന് അയാളെ സ്നേഹത്തോടു കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവകാശം ഭരണഘടനാദത്തമാണ്. എന്നാൽ അതിന് തടസ്സം നിൽക്കുക എന്നതോ
ഭരണഘടന വിരുദ്ധവുമാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ഭരണഘടന എങ്ങനെയാണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. വല തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. നിങ്ങൾ ആക്ഷേപിക്കരുത്. ഫയസുബ്ബുല്ലാഹ, അത് അള്ളാഹുവിനെ അവർക്ക് ആക്ഷേപിക്കാനുള്ള അവസരമൊരുക്കും. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കരുത്. ഇത്ര കൃത്യം നമ്മളെ പോയിന്റ് നോക്കാണ്. തീർത്തും ജനാധിപത്യ മൂല്യം, അല്ലേ? തീർത്തും ജനാധിപത്യപരം. അത് പക്ഷേ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളണില്ല. ഏതായാലും അള്ളാഹ് പറയാണ്, ഇൻഹിയ, അവയുൾപ്പെടെയുള്ള അള്ളാഹുവല്ലാത്ത മുഴുവൻ ആരാധനാ സംവിധാനങ്ങളും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും വ്യക്തികളും അവയൊന്നുമല്ല എന്തല്ലാതെ എല്ലാ അസ്മാഉൻ, അവ ചില പേരുകൾ മാത്രമാകുന്നു. ആ പേരുകൾ തന്നെ സമ്മൈതുമൂഹ അൻതും വ ആബാഉക്കും, നിങ്ങളോ നിങ്ങളുടെ വാപ്പകാരണവന്മാരോ ഇട്ട പേരുകളാണ്. അല്ലേ? മമ്പർത്ത തങ്ങൾക്ക് ആ പേരിട്ടത് മമ്പർത്ത തങ്ങളാ? മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീലാണ് പേരിട്ടത് അദ്ദേഹം. ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിന് പേരിട്ടത് അദ്ദേഹം തന്നെ. ഏർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദിഷാന് പേരിട്ടത് അദ്ദേഹം. മാപ്പിളാര ദൈവങ്ങളെ ആലോചിച്ചാൽ മതി. ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹ, ഒന്നുകിൽ നമ്മളിട്ട പേരാണ്. നമ്മളുണ്ടാക്കിയ ജാറത്തിന് നമ്മളിട്ടു പേര്, അല്ലേ? വാപ്പകാരണവന്മാരുണ്ടാക്കിയ ജാറത്തിന് അവരിട്ടു പേര്. ആ ജാറത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾ ഇട്ടു പേര്. സ്വന്തമായി ഒരു പേര് പോലും സ്വീകരിക്കാൻ കെൽപ്പില്ലാത്തവരെയാണ് മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതും വിളിച്ചു പ്രാർത്ഥിക്കുന്നതും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അവരെ സമീപിച്ചത്. അവർക്കാവട്ടെ സ്വന്തം പേര് നിശ്ചയിക്കാൻ പോലുമുള്ള താക്കത്തില്ലാത്ത ആളുകളാകുന്നു. ഉറപ്പയില്ലേ? അതുകൊണ്ടത് മാണ്ട. അത്ര ലളിതമായിട്ട് അതിനെ അടിച്ചൊതുക്കണം നോക്കാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അവയെയൊന്നും ആരാധിക്കാനുള്ള ഒരു തെളിവും ഒരു സുൽത്താൻ ഒരു രേഖയും മാ അൻസലല്ലാഹു ബിഹാ, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. പിന്നെന്താ അവിടെ സംഭവിച്ചത്? ഈ യത്തബിഊന, നിങ്ങൾ പിന്തുടരുകയാണ് ചെയ്തത്. ഉണ്ട് ലില്ലല്ലൊന്ന, കുറെ കേട്ടുകേൾവികളും ഊഹാപോഹങ്ങളും നിങ്ങൾ പിന്തുടരുകയാണ് ചെയ്തത്. ചാമ്പത്തെങ്ങമ്മ വിളക്ക് കത്തിച്ചിട്ട് കടലിൽ പോകുന്ന ബോട്ടിന് വഴി കാണിച്ചത് ആരാ? മമ്പർത്ത തങ്ങളാത്രേ. ആരെ പറഞ്ഞ്? കാരണവന്മാരായി പറഞ്ഞ് കേട്ട്. ഇൻ യത്തബിഊന ഇല്ലല്ലൊന്ന, ഈ യത്തബിഊന ഇല്ലല്ലൊന്ന. പെരന്റെ മോളിൽ കയറിയിട്ട് തുണി അയച്ചിട്ടിട്ട് ഓട്ടുപുറത്ത് കൂടി മൂത്രമൊഴിച്ചപ്പോ മഴ പെയ്തു കോയപ്പാപ്പ വേങ്ങര എന്ന് പറഞ്ഞാൽ ആരാ? വിശ്വസിച്ചത് ആരാ? മമ്പർത്ത് കൊണ്ടോളം മൈസൂർ കൊലയിൽ ഒരു പഴം ചോദിച്ചപ്പോ കിട്ടാത്തതിന്റെ പേരിൽ ആ കൊലയിലുള്ള മുഴുവൻ പഴവും ഇല്ലാതായി, തൊലി മാത്രമായി. അവിടെ ചെന്ന് ചോദിച്ചപ്പോ ഇതെന്താ അങ്ങനെ ചോദിച്ചപ്പോ എന്നെ വഴിന്ന് ആരെങ്കിലും കണ്ടീനു? ആര്? യാഹൂം എന്ന് പറയുന്ന ഒരു കാക്ക പുതിയങ്ങാടി നിന്നെ കണ്ടിരുന്നു. ഓൻ വല്ലാത്ത ഔയപ്പാപ്പയാണ്, ഓനൊന്ന് കൊടുത്താ പോരായിരുന്നോ എന്ന് മമ്പർത്ത തങ്ങളോ അപ്പൊ ചോദിച്ചു എന്ന് പറഞ്ഞത് ആരാ? അങ്ങളാ? അതോ കാരണവന്മാരോ? എന്താ തെളിവ്? കുട്ടികളില്ലാത്ത വിഷമത്തിൽ ഒരു വല്യാപ്പ ഒരു വാപ്പിയമ്മയും വന്നപ്പോ ആകാശത്ത് നിന്ന് ഭസ്മം വലിച്ചെടുക്കുന്നത് പോലെ ഒരു പിടി കടുക് വലിച്ചെടുത്തിട്ട് ഇന്ന് 2 കടുകുമണി പെണ്ണിനെ കൊണ്ട് തീറ്റി ഓൾ ഇരട്ട പ്രസവിച്ചു എന്ന് പറഞ്ഞത് ആരാ? നവതങ്ങളപ്പാന്റെ കറാമത്താണ്, ബുക്കിന്റെ പേരിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് വായിച്ചപ്പോ ഒരു സന്തോഷം ഉണ്ട്. എന്തറിയോ?
ആ കാക്കാക്ക് യാവും തങ്ങളാപ്പാക്ക കയ്യിലുള്ള കടുക് മുഴുവൻ കൊടുക്കാതെ തോന്നാതിരുന്ന നന്നായി എന്നുണ്ടാവുക. പന്നി പ്രസവിക്കണ പോലെ ഈ കാലം 2 കടുപടി കൊടുത്തോണ്ട് 2 ഇരട്ട പറ്റി. ഇത് വായിച്ചാലോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞാലോ, അല്ലേലും മഹാബികളോട് പറഞ്ഞാൽ നിൽക്കൂല. പുസ്തകം പഠിക്കാൻ തന്നാണ് എനിക്ക്. ഇതെന്താ ചങ്ങായി പല്ലാത്തിരിക്ക അങ്ങനെ കേട്ടതോ. ഇല്ലേലും മഹാബികളോട് പറഞ്ഞാൽ നിൽക്കുക. ഇൻഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമൂഹ അൻതും വഅബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹുബൽ അൻഫുസ്. നിങ്ങളുടെ വ്യാമോഹങ്ങളെ നിങ്ങൾ പിന്തുടർന്നു. ഇപ്പൊ എന്താണ്ടായി പുതിയങ്ങാടി എന്താണ്ടായി? കയ്യിന്ന് വിട്ടില്ലേ? ഇപ്പൊ ഞങ്ങളതല്ലാതും പറയേണ്ടി വന്നില്ലേ? അല്ല മൊയ്ലിയന്മാരെ, നിങ്ങളൊക്കെ തന്നെയല്ലേ അവിടെ പോയിട്ട് ജാറത്തങ്ങ 7 ദിവസം വയലിൽ പരമ്പര നടത്തിയത്? അന്ന് നിങ്ങളതായിരുന്നില്ലേ? എന്ത് തങ്ങളാപ്പാക്ക് അവിടെ പുറത്തെ ആൾക്കാർ വന്നപ്പോ മാണ്ട ഇത് നമ്മളാൾക്കാർ നടത്തുന്ന പരിപാടിയാണ്, നിങ്ങൾ പൊയ്ക്കോളിന്ന് അവരോട് പറയാനുള്ള കെലിപ്പ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ആനയാകുന്നു, ഇടയുന്നു, ആള് ചാകുന്നു, ജീവൻ പോയ ആളെ പേര് കൃഷ്ണൻകുട്ടി ആയപ്പോ നമ്മളതല്ല എന്ന് പറഞ്ഞു. ജീവൻ പോയ ആളെ ഒരു അയമ്പൂട്ടിയാണെങ്കിലോ അപ്പുറത്ത് ജാറം വേറെ വരും. കുട്ടീന്റെ ഇപ്പുറത്ത് കൃഷ്ണനായതല്ലേ കുഴപ്പം അല്ലേ? അപ്പൊ നമ്മളതല്ല. ഈ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹുബൽ അൻഫുസ് അല്ലേ? കുറെ വ്യാമോഹങ്ങളുണ്ട്. എന്താണറിയോ? കടുക് എറിയ അവിടെ കൊടിമരത്തിന്റെ ചുറ്റേ, എന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കുത്തിത്തിരകിയിട്ട് കടുക് പെറുക്കാൻ നിൽക്കണവന്റെ മുമ്പിലേക്ക് 1000കണക്കിന് പത്തിരി വലിച്ചെറിയ. പത്തിരിക്ക് വന്നിട്ട് കടിപ്പിടി. ആര്? ഹക്കുമില്ല, ബാത്തിലുമില്ല, ഹറാമുമില്ല, ഹലാലുമില്ല, ആണും പെണ്ണും വേർതിരിവില്ല, ഒക്കെ കൂടെ 10-24 കൊല്ലം നേർക്ക് നേരെ സാക്ഷിയാണ് ഞാനേ. അതിന്റെ നേരെ അപ്പുറത്താണ് എന്റെ സ്കൂളുണ്ടായിരുന്നത്. പഞ്ചായത്തുകൾ, തലക്കാട് പഞ്ചായത്തിന് ലീവ്, വെട്ടം പഞ്ചായത്തിന് ലീവ്, പിന്നെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലീവ്. എന്തിന്? പൂരത്തിന്, നേർച്ചയ്ക്ക്. എന്നിട്ട് ഇപ്പൊ പറയും അമ്മൻ്റെതല്ല. അതങ്ങനെ തന്നെ ഈ കാലം. ബുദ്ധിമുട്ട ഇതിനൊന്നും ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. അവർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള ഹിദായത്ത് വന്നിട്ടുണ്ട്. ആർക്ക്? മനുഷ്യർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള ഹിദായത്ത് വന്നിട്ടുണ്ട്. ആ ഹിദായത്തിന് ഫമയ്യത്തബിഉ ഹുദായ, ആ ഹുദയെ ആര് പിൻപറ്റിയാലും ഫലാ യളില്ലു വലാ യസ്ഖ, ഓന്റെ വഴി പിഴക്കൂല സ്വർഗത്തിക്കുള്ളത്. ഓനൊട്ട് പ്രയാസം ഉണ്ടാവില്ല അത് ആചരിക്കാൻ. ഫലാ ഖൗഫുൻ അലൈഹിം, അവനവന്റെ പരലോകത്തെ നരകം പേടിക്കേണ്ടി വരില്ല. വലാ യഹ്സനൂൻ, അവിടെ ചെന്നിട്ട് ദുനിയാവിൽ ജീവിച്ചത് ശരിയായില്ലല്ലോ പടച്ചോനെ എന്ന് സങ്കടപ്പെടേണ്ടിയും വരില്ല. അല്ലാഹുമ്മ ഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഖൂലു ആമീൻ. അല്ലാഹുമ്മ ഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.